സുരേഷ് ഗോപി വെറും നിരാശാഗോപിയായി മാറിയല്ലോ എന്നതാണ് സങ്കടം. വയനാട് ദുരന്തമുണ്ടായിട്ട് 5 ദിവസമാകുന്നു. ഡൽഹി പാർലമെന്റിൽ നിന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയത് ഇപ്പോൾ മാത്രം, ഞായറാഴ്ച. കേരളം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രഖ്യാപനമായി. പക്ഷേ ഒന്നും നടന്നില്ല. വെറും നിരാശ മാത്രം വിളമ്പി ദുരന്ത മേഖലകൾ സന്ദർശിച്ച് കാഴ്ചകൾ കണ്ട് ഒരു ദുരന്ത ടൂറിസം നടത്തി സുരേഷ് ഗോപി മടങ്ങിപ്പോയി. ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് കേണൽ നടൻ മോഹൻലാൽ എത്തിയത്. 3 കോടി രൂപയാണ് മോഹൻലാൽ തന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ വയനാട്ടിൽ ദുരന്ത മേഖലയിൽ ചിലവഴിക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി വന്നു, കണ്ടു, നിരാശ നൽകി തിരിച്ചുപോയി. 200-ലേറെ പേർ മരിച്ചതാണ്. അത്രത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കേരളത്തിന്റെ ആവശ്യമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണമെന്ന്. അത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയാണ്, അവരുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനും പുനരധിവാസത്തിനുമാണ്. പക്ഷേ ഇതൊന്നും സുരേഷ് ഗോപിക്ക് മാത്രം മനസ്സിലായിട്ടില്ല. ദേശീയ ദുരന്തങ്ങൾക്ക് കേന്ദ്ര സഹായം പ്രത്യേക പരിഗണന പ്രകാരമാണെന്ന് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപിക്ക് ഒഴികെ. കേന്ദ്ര സഹായമില്ലാതെ വയനാടിന്റെ പുനരധിവാസം സാധ്യമല്ലെന്ന് സുരേഷ് ഗോപിക്കും അറിയാം, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. എന്നിട്ടും സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചുരൽമല, പുഞ്ചിരിമറ്റ പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രഖ്യാപിച്ചത് വെറും നിരാശ മാത്രം. പരിശോധിക്കട്ടെ, വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കണം. ഇതൊക്കെയാണ് സുരേഷ് ഗോപി വിളമ്പിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ദുരന്തമുണ്ടായ ദിവസം വ്യക്തമാക്കിയതാണ് കേരളത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുമെന്ന്. എന്നിട്ട് സുരേഷ് ഗോപി എത്തിയപ്പോൾ കേരളം പ്രതീക്ഷിച്ചു ഔദ്യോഗികമായി എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും, എന്തെങ്കിലുമൊക്കെ അറിയിക്കുമെന്ന്. കാരണം കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടാണല്ലോ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യവുമില്ലെന്ന് ഇപ്പോൾ കേരളത്തിനും വയനാട്ടുകാർക്കും ഒന്നുകൂടി വ്യക്തമായി. റിയാസുമായി ചർച്ച നടത്തിയപ്പോൾ സുരേഷ് ഗോപിയോട് മുഹമ്മദ് റിയാസ് വ്യക്തമായൊരു കാര്യം പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ചിലർ പണപ്പിരിവ് നടത്തുന്നുവെന്ന്. അതിലൂടെ റിയാസ് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി കാണും. ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ചിലർ വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നു, അത് മഹാമോശമാണെന്നാണ് റിയാസ് സുരേഷ് ഗോപിയോട് പറഞ്ഞത്, മാധ്യമങ്ങളോടും പറഞ്ഞത്. വയനാട്ടിൽ ദുരന്ത ടൂറിസം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും റിയാസ് സുരേഷ് ഗോപിയോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നടക്കം ചിലർ സ്ഥലം കാണാൻ വരുന്നത് പോലെ എത്തുന്നുണ്ട്. ചില ആളുകൾ വെറുതെ വന്ന് വീഡിയോ എടുത്ത് ദുരന്ത ടൂറിസമായി ഇതിനെ കണ്ട് തിരിച്ചു പോകുന്നു. അടിക്കടി ഇങ്ങനെ വന്നു പോകുന്നത് തന്നെയാണ് ഒരു ദുരന്ത ടൂറിസം. അത് വേണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വയനാടിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അത് ആരായാലും അവർക്കെല്ലാം ബാധകവുമാണ്. വയനാടിനു വേണ്ടി മനസ്സ് നിറയെ എന്തെങ്കിലും ചെയ്യുന്നവരെയാണ് വയനാട് ഇപ്പോൾ വേണ്ടത്. രാഹുൽ ഗാന്ധി അടക്കം വയനാട്ടിലേക്ക് പുനരധിവാസത്തിനും വീട് വെച്ച് നൽകുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 100 വീടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ്. കർണാടക സർക്കാരിനെ കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു 100 വീടുകൾ കൂടി വയനാട്ടിൽ പണിത് നൽകും. തീർന്നിട്ടില്ല, കേരളത്തിലെ കോൺഗ്രസുകാർ 100 വീടുകൾ വച്ച് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ പലരും, വ്യവസായ പ്രമുഖരടക്കം വയനാടിനെ കൈപിടിച്ചുയർത്താൻ തങ്ങളാലാകുന്ന വിധം സ്വരുക്കൂട്ടിയ തുകയെല്ലാം എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. എത്രയും വേഗം പുനരധിവാസം സാധ്യമാക്കി, പുനർനിർമ്മാണം സാധ്യമാക്കി വയനാടിനെ തിരികെ കൊണ്ടുവരിക എന്നതാണ് കേരളത്തിലെ ലക്ഷ്യം. അതിനുവേണ്ടി ഒപ്പം നിൽക്കേണ്ട കേന്ദ്രമന്ത്രിമാർ, അവർ ഏത് പാർട്ടിയിൽപ്പെട്ടതായാലും അവർ കേരളത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്.